എന്തെങ്കിലും ഒരു പുതിയ കക്ഷി വന്നാൽ സമസ്ത സ്വാഭാവികമായും ചർച്ച ചെയ്യും. അത് പറയേണ്ട കടമ ആലിമീങ്ങൾക്കാണ്, അത് നിർവഹിക്കണം. ആ ദൗത്യ നിർവഹണത്തെ ഭംഗം വരുത്താൻ ഒരു കുട്ടിയെയും ഞങ്ങൾ അംഗീകരിക്കൂല. അത് സമസ്തന്റെ നയമാണ്. കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള സർവ്വസമൂഹവും സാന്ദർഭികമായി അങ്ങനെ ഇടപെട്ടാൽ ഉണരേണ്ടി വരും എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമസ്തയെ സംബന്ധിച്ച് തബ്ലീഗുകാരുടെ യഥാർത്ഥ നിലപാട് എന്താണ്? സാധുക്കൾക്ക് അറിയാത്ത, അതൊന്നും മനസ്സിലാകാത്ത ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തന്ത്രത്തിലൂടെയാണ് തബ്ലീഗുകാരുടെ പ്രബോധനം. ഒരു ചിന്തകൻ തവളന്റെ ഒരു കഥ പറഞ്ഞിരുന്നു. തവള ഒരിക്കലും ചൂടുവെള്ളത്തിൽ നിൽക്കൂല, പച്ചവെള്ളത്തിലേ തവള നിൽക്കുള്ളൂ. എന്നാൽ ഒരു വെള്ളത്തിൽ തവളനിട്ടു, പച്ചവെള്ളത്തിൽ. അറിയാതെ ആ വെള്ളം ഇങ്ങനെ ചൂടാക്കിയാൽ തവള അഥവാ അതിൽ ആ പെട്ടുപോയി അവസാനം ചലിക്കാൻ പറ്റാതെ, രക്ഷപ്പെടാൻ പറ്റാതെ ആ ചൂടുവെള്ളത്തിൽ കുടുങ്ങിപ്പോകും. ഇതാണ് യഥാർത്ഥത്തിൽ തബ്ലീഗിന്റെ അവസ്ഥ. നിസ്കരിക്കാൻ പറയുന്നല്ലേ ഉള്ളൂ, ഫളായിലുള്ള അമാല് വായിക്കുന്നല്ലേ ഉള്ളൂ, ഒരു സ്വഭാവവും കാണിക്കാത്ത, ഒരു വിദേഹത്തിന്റെ അംശവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ആ ഭാഗത്തേക്ക് യാതൊരു സൂചനയും കാണിക്കാത്ത ഫളായിലുള്ള അമാലിന്റെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ആ തബ്ലീഗുകാർ വായിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരെ വിചാരിക്കും ഇതാണ് അവരെല്ലാ പള്ളികളിലും വായിക്കുന്ന മുന്തഖബാത്ത്, തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ, മിക്കവാറും ഇതാ വായിക്കുക. ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിലെന്താ തെറ്റുള്ളത്, അതിലെന്താ പ്രശ്നമുള്ളത്? ഓ, പ്രശ്നമൊന്നുമില്ല. പിന്നെ നിസ്കരിക്കാൻ പറയുന്നല്ലേ ഉള്ളൂ, അതിലെന്താ പ്രശ്നമുള്ളത്? പിന്നെ പള്ളികളിലൂടെ ഇങ്ങനെ സഫർ നടത്തുന്നല്ലേ ഉള്ളൂ, അതിനെന്താ പ്രശ്നമുള്ളത്? അങ്ങനെ ഒരാൾ തബ്ലീഗായി. ക്രമേണ 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 തവളനെ ചൂടുവെള്ളത്തിൽ കുടുക്കുന്നത് പോലെ ആശയം കുത്തിവെക്കുന്ന വികലമായ ആശയം തബ്ലീഗിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായി ആധികാരിക രേഖയോടുകൂടി നാം പറയുന്നത്. ഈ പുസ്തകത്തിൽ പോലും ഇതിന്റെ തുടക്കത്തിൽ ദീനീ ദഅവത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ 10ാമത്തെ പേജിൽ ദീനീ ദഅവത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ദീനീ ദഅവത്ത്? തബ്ലീഗിന്റെ ഒരു പുസ്തകമാണ് ദീനീ ദഅവത്ത്. എന്റെ കയ്യിലുള്ള ആ പുസ്തകം ബിദ്അത്ത് കുത്തി നിറച്ച പുസ്തകമാണ്. അതിനെ വാഴ്ത്തുന്നുണ്ട് ഇതിൽ. അത് മാത്രം മതി. മാത്രമല്ല വേറെയും പല പുസ്തകങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ചുരുക്കം പറഞ്ഞാൽ തബ്ലീഗുകാർ ഉള്ളിലൂടെ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സമസ്തയുമായി ഒരു ബന്ധവുമില്ല. സമസ്തന്റെ ആശയത്തിന്റെ ബദ്ധവൈരികളാണ് തബ്ലീഗുകാർ. അതിന്റെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് ഈ പുസ്തകത്തിന്റെ 136ാമത്തെ പേജിൽ പറയുകയാണ് സമസ്തയുടെ മദ്രസകൾ മുഴുവനും ഷീഇസമാണ് എന്ന്. ഈ പുസ്തകത്തിന്റെ 136ാമത്തെ പേജിൽ പറയുകയാണ് സമസ്തയുടെ മദ്രസ ഷീഇസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദുകളുടേതടക്കം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് ആർക്കും വേണേൽ പരിശോധിക്കാം, തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇപ്പം പരിശോധിക്കാം, സുതാര്യമായിട്ട് വേണേൽ പരിശോധിക്കാം, എങ്ങനെയും നോക്കാം. സുതാര്യമാണിത്. മുജാഹിദുകളുടേതടക്കം കേരളത്തിലെ എല്ലാ വിഭാഗവും നടത്തുന്ന മദ്രസകളിൽ ഷീഈ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കേരളത്തിലെ മദ്രസകളിലും ഷീഈ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതി വിടുകയാണ്. തബ്ലീഗുകാരൻ മാത്രം സ്വകാര്യമായി വായിച്ചിരിക്കുകയാണ് ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്തയുടെ മുഴുവൻ പുസ്തകം പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു ചരിത്രം, ഷീഇസം പ്രചരിപ്പിക്കുന്ന ചരിത്രം, സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്തൊരു ചരിത്രം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിക്കാത്തൊരു സംഭവം സമസ്തയുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെയുള്ള പാവം തബ്ലീഗുകാരെ വെല്ലുവിളിക്കുന്നൊന്നുമല്ല, ഇല്ലെന്നർത്ഥം വളരെ സ്പഷ്ടമാണ്. ഇതിൽ അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ 111ാമത്തെ പേജിൽ പറയുന്നു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അത് ഷിയാക്കൾ തട്ടിവിട്ട ഹദീസാണ് എന്ന്. വളരെ പച്ച നുണയാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ എന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. പരമ്പര വളരെ കൃത്യമായി ഇമാമുകൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ പരമ്പര മുഴുവൻ ഇവിടുന്ന് വായിക്കും. അതുകൊണ്ട് സമസ്തന്റെ മദ്രസയിലുള്ളത് ഷീഈ സ്വാധീനമുള്ള ചരിത്രമാണ് എന്നത് സമസ്തയെ, അല്ലെങ്കിൽ ഇവിടെ നിലകൊള്ളുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ ഭിന്നമാണ് എന്ന തബ്ലീഗുകാരന്റെ ഒന്നാമത്തെ ശബ്ദമാണ്. നിങ്ങൾ നോക്കൂ, അന മദീനത്തുൽ ഇൽമി എന്ന് പറയുന്നതിൽ അലിയാർ തങ്ങളുടെ മഹത്വം പറയലുണ്ട്. അലിയാർ തങ്ങളുടെ മഹത്വം ഉള്ളത് കൊണ്ടൊക്കെ ഷീസ. അങ്ങനെ ചില ആളുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു
തങ്ങളവർക്ക് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനോട് തങ്ങന്മാരോട് വലിയ ബഹുമാനമായിരുന്നു. ഒരു തങ്ങൾ കുട്ടിയാണെന്നറിഞ്ഞാൽ ഇമാം ഷാഫി കാണിക്കുന്ന ബഹുമാനം കണ്ട് പലരും ആശ്ചര്യപ്പെട്ടിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ശീസമുണ്ട് എന്ന്. കാരണം ഷിയാക്കൾ ആദരിക്കുന്നത്, ഷിയാക്കൾ കാര്യമായി മുറുകെ പിടിക്കുന്നത് തങ്ങന്മാരെയാണല്ലോ. ആ തങ്ങന്മാരോട് ഇത്ര ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ കാണിക്കുമ്പോൾ അത് ഷീഇസത്തിന്റെ ഭാഗമാണ്, ഷീഇസത്തിലേക്കുള്ള പോക്കാണ് എന്ന് പലരും ആക്ഷേപിച്ചപ്പോൾ ഇമാം ഷാഫി അവർക്ക് കൊടുത്ത മറുപടി ഗണ്യതമായ രേഖയായി അവരെ വെട്ടുന്ന വാള് പോലെ ഇമാം ഷാഫി ഉയർത്തിപ്പിടിച്ചത് എന്താണെന്നറിയോ? ഞാൻ ആ നിലപാടിൽ നിന്ന് മാറി, ഞാനത് തിരുത്തി കുറിച്ചു എന്നല്ല. ഇമാം ഷാഫി മാലോകരോട് പറയാണ്, ഓ ജനങ്ങളെ, ലൗകാന റഫുലൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി തഖലാനി അന്നീ റാഫിളൂ. മഹാന്മാരായ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് എന്നത് അത് ഷീസമാണെങ്കിൽ മാലോകരെ സാക്ഷി നിന്നോളൂ. റാഫിൽ എന്നത് ഷിയാക്കൾക്ക് നമ്മുടെ ഇമാമുകൾ ഇട്ട പേരാണ്. ഷീഇ എന്നത് അവരവർക്കിട്ട പേരാണ്. ഷീഇസം എന്നത് റാഫിലുകൾ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷിയാക്കളെ വിളിച്ചത്. മാലോകരെ നിങ്ങൾ സാക്ഷി നിന്നോളൂ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഷീസമാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ ഷീയാണ് എന്ന് മാലോകരെ നിങ്ങൾ സാക്ഷി നിന്നോളൂ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് ഷീസമല്ല. നിങ്ങൾ അങ്ങനെ ആരോപിച്ചത് കൊണ്ട് പിറകോട്ട് പോകാൻ കഴിയൂല എന്നതുപോലെയാണ് നിങ്ങൾ ഈ ഹദീസിന്റെ വിഷയത്തിലും പിടിപെട്ടിട്ടുള്ളത്. സമസ്തയുടെ പുസ്തകത്തിൽ ഷീസം എവിടെയും കാണാൻ സാധ്യമല്ല. ഇനി സമസ്ത സുന്നത്ത് ജമാഅത്തിന് പുറത്താണ് എന്നും ഈ പുസ്തകത്തിന്റെ 165-ാമത്തെ പേജിൽ പറയുകയാണ്. സമസ്ത സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇൽമുൽ ഗൈബിനെ കുറിച്ച് മേൽ പറഞ്ഞ 4 വിശ്വാസങ്ങൾ വാസ്തവ വിരുദ്ധവും അടിസ്ഥാനമില്ലാത്തതുമാണ്. സമസ്തയുടെ ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങളിലെ ഇൽമുൽ ഗൈബുമായി വന്ന പരാമർശങ്ങൾ ഉദ്ധരിച്ചു. അന്റോണയുടെ പുസ്തകം അടക്കമുള്ള പലരുടെയും പുസ്തകങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയാണ് ഇത് 4ഉം തെറ്റാണ്. ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തകളും ബറേൽവികളും ഉൾപ്പെട്ട സംഘമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്തു നിൽക്കുന്നത്. അപ്പൊ സമസ്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണ്. ബറേൽവികൾ അഹമ്മദ് റളാൻ ഖാൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന് വെളിയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം, ആ നേതൃത്വത്തിലെ ആലിമീങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് പുറത്താണെന്ന് പച്ച മലയാളത്തിൽ തബ്ലീഗുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എവിടെയാണ് പഴിച്ചത്? എവിടെയാണ് ഗൈബിൽ പഴിച്ചിട്ടുള്ളത്? വഹാബികളുടെ നിലപാടാണ് ഇൽമുൽ ഗൈബിൽ നമ്മുടെ തബ്ലീഗുകാർ വെച്ച് പുലർത്തുന്നത്. ഇൻഷാ അല്ലാഹ് വഴിയുള്ള വിശദീകരണങ്ങളിൽ അത് കാണാം. രണ്ടാമതായി വഹാബി പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, വഹാബി പ്രസ്ഥാനത്തിന്റെ നായകൻ, അതിന്റെ സ്ഥാപകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് വഹാബികളുടെ നിലപാട് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച നിലപാട്? സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് കേട്ടോളൂ. മഹാനായ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന സൈലി ദഹ്ലാനെ പോലുള്ള ആളുകൾ വളരെ വിശദമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ ആ മനുഷ്യന്റെ ചരിത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നജിദിലാണ് ജനിച്ചത്. നജിദ് എന്നത് ഇന്നത്തെ റിയാദ്, സൗദിന്റെ ക്യാപിറ്റൽ. നജിദ് എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശം എന്നാണ്. സൗദിയുടെ അന്നത്തെ കുന്നിൻ പ്രദേശം നജിദായിരുന്നു. ആ നജിദിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് പുറപ്പെടുക എന്ന്. മാത്രമല്ല പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് നീതി പാലിക്കടോ മുഹമ്മദേ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ധിക്കാരം കാണിച്ച ഒരു മനുഷ്യൻ, ദുൽഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ, തെമീമിയാണെന്നും യമാനിയാണെന്നൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും തെമീമി എന്നതാണ് പ്രബലം. തെമീമിയുൽ യമാനി 2 വിശേഷണവും അതിനുണ്ട് എന്നൊക്കെ ഇമാമുകൾ ചർച്ച ചെയ്ത, ഏതായാലും ദുൽഖുവൈസിറത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ മുഹമ്മദ്, നീതി പാലിക്കടോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധിക്കാരത്തിന്റെ വാക്ക്. അള്ളാഹുവിന്റെ റസൂലിനോട് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ അയാൾക്ക് നന്നായി കടുത്തു കൊടുത്തു. എന്താ പറഞ്ഞത്? ഈ ഇല്ലം അയദിൽ ഫമൻ ഇല്ലം അയദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ
നീതി നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച എനിക്ക് നീതിയില്ലെങ്കിൽ, ഞാൻ ഇവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പിലാക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയും എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു യഖ്റുജു മിൻ ളിഇ ഹാദാ, ഈ മനുഷ്യന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരാൾ പുറപ്പെടുമെന്ന് പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങൾ പറയുന്ന വ്യത്യസ്തമായ റിവായത്തുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ധാരാളം സ്ഥലത്തിലൂടെ വന്ന ധാരാളം ഹദീസുകൾ. ആ ഹദീസുകളിൽ പറഞ്ഞ മുഴുവൻ വിശേഷണവും ഒത്ത മനുഷ്യൻ, നജ്ദ് എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച മനുഷ്യൻ, നജ്ദ് എന്ന് പറയുന്ന ഇന്നത്തെ സൗദിന്റെ ക്യാപിറ്റലായ റിയാദ് പട്ടണത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രംഗത്തെ വിഘടനവാദി അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അദ്ദേഹം ആധുനിക സൗദിയുടെ സ്ഥാപകനായ ആലു സൗദിന്റെ കൂടെ ഭരണത്തിൽ പങ്കിട്ടുകൊണ്ട് അങ്ങനെ വിദ്യാഭ്യാസം കൈക്കലാക്കി ആ സൗദി അറേബ്യയിൽ ഒരുപാട് ഖബറുകൾ അടിച്ചു പൊളിച്ചു. മഹാന്മാരുടെ ഖബറിന് മുകളിലുള്ള കുബ്ബകൾ പൊളിച്ചു. മാത്രമല്ല എത്രയോ ആലിമീങ്ങളെ കൊന്നൊടുക്കി. മാത്രമല്ല ഒരുപാട് ദലായിലുൽ ഖൈറാത്ത് പോലുള്ള തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങൾ ചുട്ടുകരിച്ചു. അങ്ങനെ അദ്ദേഹം ബിദ്അത്ത് സ്ഥാപിച്ചു. സൗദിന്റെ ഭരണ സ്വാധീനത്തോടുകൂടി സാമ്പത്തിക സ്രോതസ്സോടുകൂടി മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകി വരുന്ന സായിരീങ്ങളെ, സന്ദർശകരെ, ഹജ്ജാജിമാരെ, മുഅ്തമിരീങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ബിദ്അത്തിന്റെ ശബ്ദങ്ങൾ ലോകം മുഴുവനും അവർ പ്രചരിപ്പിച്ചുവെങ്കിൽ നമ്മുടെ കേരളക്കരയിലേക്കും ഈജിപ്ത് വഴി വന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനമെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അതിന്റെ സ്ഥാപകനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വഹാബി പ്രസ്ഥാനം എന്ന് ഈ പ്രസ്ഥാനത്തിന് പേര് വന്നതെങ്കിൽ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി തബ്ലീഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മലയാള പുസ്തകത്തിൽ എന്താ പറയുന്നത്? വലിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞതൊക്കെ കളവാണ്. ഈ ഹദീസൊന്നും മൂപ്പരെ പറ്റിയല്ല. സൈനി ദഹ്ലാനെ പറ്റി ആളുകളൊക്കെ പച്ച നുണയാ പറഞ്ഞത്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ശിർക്ക് വിദേഹത്തിനെതിരെ ആഞ്ഞടിച്ച ആളായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്നാൽ കേട്ടോളൂ, ഈ പുസ്തകത്തിന്റെ 262 പേജിൽ എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശിർക്ക് വിദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മസ്ലക് തൗഹീദിന്റെയും തിരുസുന്നത്തിന്റെയും പാതയിലൂടെ എല്ലാ കുപ്രചരണങ്ങളും മറികടന്ന് 3 നൂറ്റാണ്ടായി ഇരു ഹറമുകളുടെ അടക്കം സേവന മേഖലയാക്കാൻ ഭാഗ്യം ലഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മക്കയും മദീനയും അടക്കമുള്ള ഇരു ഹറമുകളുള്ള സൗദിയിൽ തന്റെ ഈ മഹത്തായ സേവനം 3 നൂറ്റാണ്ടായി നിലകൊണ്ടുവരികയാണ്. അങ്ങനെ ആ മനുഷ്യനെ പറ്റി പറയാൻ മേൽ വിവരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ പറയപ്പെട്ട അശുഭ ലക്ഷണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദുൽഖുവൈസറത്തിന്റെ സന്താന പരമ്പരയിലൂടെ വരുന്ന ഒരുപാട് അശുഭ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളൊന്നും ഈ മനുഷ്യനിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരുപാട് പേജുകളിലായി വലിയൊരു അധ്യായം തന്നെ ആ മനുഷ്യന്റെ മഹത്വം പറയാനാണ് സമർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ 253 പേജിൽ വീണ്ടും ആ മനുഷ്യനെ പറ്റി പറയാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി. എന്താ പറയണത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മഹത്വങ്ങൾ, ആ മനുഷ്യൻ ആരായിരുന്നു? വളരെ സുദീർഘമായ വരികളാണ്. ആ വരികളിൽ പറയാണ്, അതിന്റെ ഇടയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം ആരായിരുന്നു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണ്? ദീനിയായ മസ്അലകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെയുള്ള ആസൂത്രിത പദ്ധതികളും ഇന്ത്യൻ ഉലമായിന് അതിലുണ്ടായ സ്വാധീനവും എന്ന ഉറുദു പുസ്തകത്തിൽ മൗലാന ഖലീൽ അഹമ്മദ് സഹാറംപൂരി എഴുതുന്നു, ചീഫ് ജസ്റ്റിസ് ഷെയ്ഖ് അബ്ദുല്ലാഹിബിന് സുലൈഹിദിന്റെ വീട് എന്റെ വീടിനടുത്താണ്. അദ്ദേഹവുമായി പലപ്പോഴും കാണാറുണ്ട്, ദീനിയായ മസലകൾ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹം ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്ന വലിയ പണ്ഡിതനാണ്. വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഈ പുസ്തകത്തിൽ ഒരുപാട് പേജുകളിൽ കാണാം. ഇത് ഈ മലയാള പുസ്തകത്തിൽ ഇവരെ എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1960കളിലെ പഠനത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ കാണാം. അതിൽപ്പെട്ട ഒരു സ്ഥലം ഫത്താവ റഷീദിയയിൽ, ഫത്താവ റഷീദിയ എന്ന് പറയുന്ന തബ്ലീഗുകാരുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി എഴുതിയ അദ്ദേഹത്തിന്റെ ഫത്വകളുടെ സമാഹാരം.
ആ സമാഹാരത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ഫത്വ, അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറയുന്നത് ഈ മറുപടിയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, എന്താ മറുപടി? അദ്ദേഹത്തോട് ചോദിക്കുന്നു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരായിരുന്നു? അദ്ദേഹം പറയുകയാണ്, വഹാബി ബഹുത്ത് അച്ഛാ ആദമി താ. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബഹുത്ത് അച്ഛാ ആദമി താ. ലോഗ് ഉൻകോ വഹാബി കഹ്തേ ഹൈ. ലോകം അദ്ദേഹത്തെ വഹാബി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഹംബലി മദ്ഹബുകാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ദീനിന്റെ വലിയ പ്രബോധകനായിരുന്നു എന്ന് വളരെ കൃത്യമായി റഷീദ് അഹ്മദ് ഗംഗോഹി തന്റെ പുസ്തകത്തിൽ ഫതാവ റഷീദിയ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ പുസ്തകത്തിൽ മലയാളത്തിലും എഴുതിയിട്ടുള്ളത്. വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളാടിസ്ഥാനത്തിലെ ലോകാടിസ്ഥാനത്തിലുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെ അങ്ങേ അറ്റം വാഴ്ത്തി പറയുകയും അദ്ദേഹത്തിന്റെ നിലപാട് ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് വസ്തുനിഷ്ഠമായി വരികളിൽ മലയാളത്തിലും ഉറുദുവിലും എഴുതലോടുകൂടി വഹാബികളുടെ നിലപാട് തിരിച്ചറിഞ്ഞു. എന്താണ് വഹാബികളുടെ നിലപാട്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അതേ നിലപാടാണ്. വഹാബി നിലപാട് കേരളത്തിലെ മുജാഹിദുകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള വഹാബി നിലപാടുകൾ ഗൾഫ് സലഫികൾക്കുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അത് എന്തൊക്കെയാണെന്ന് ചെറിയൊരു പരിശോധന ഞാൻ ഇവിടെ നടത്തുകയാണ്. ഒരു അരമണിക്കൂർ മാത്രം ഉപയോഗപ്പെടുത്തി, എന്നിട്ട് നമ്മൾ മുഖാമുഖത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം വെച്ച് പുലർത്തിയ ആശയങ്ങൾ? അതിലൊന്ന് ഈ പുസ്തകത്തിന്റെ 190-ാമത്തെ പേജിൽ പറയുകയാണ്, നമ്മളെല്ലാ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് 19-ാം മൈലിലുള്ള തബ്ലീഗുകാർ പോലും എല്ലാ സമയത്തും നമ്മൾ പറയാറുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറയാറുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മഹാന്മാർക്ക് മരണശേഷം വിളി കേൾക്കാൻ കഴിയൂല, മരിച്ചവർ കേൾക്കൂല എന്ന് പറയുന്നവരും, മഹാന്മാരുടെ ഒരു മദതും ലഭിക്കൂല എന്ന് പറയുന്നവരും, അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും വിശ്വാസവും ഇല്ലാത്ത ആളുകൾ പോലും വളരെ വ്യാപകമായി പറയുന്ന ഒരു വാചകമാണ് യാ റസൂലല്ലാഹ്. തബ്ലീഗുകാർ പോലും പറയാറുണ്ട്. എന്നാൽ യാ റസൂലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫിറാണ് എന്ന് ഇതാ മലയാള പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ വഹാബികൾ, എന്റെ പ്രിയപ്പെട്ട തബ്ലീഗ് സുഹൃത്തുക്കളെ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളെ വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മറ്റു ദൂഷ്യങ്ങളോ എടുത്ത് കുറ്റം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല, മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഈ പുസ്തകത്തിന്റെ 190-ാമത്തെ പേജിൽ വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു, നബിമാർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാത്തതിനാൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അനുവദനീയമല്ല. മറഞ്ഞത് അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ എത്രയോ അങ്ങ് കിലോമീറ്ററുകൾ അകലെയുള്ള അതേ റൗളാ ശരീഫിൽ മറവിട്ട് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് അറിയാൻ കഴിയൂല. അതിനാൽ അങ്ങനെ വിളിക്കൽ അനുവദനീയമല്ല. ഇൽമുൽ ഗൈബ് മുഖേന തങ്ങൾ ദൂരത്തു നിന്നുള്ള വിളി കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് കുഫ്റാണ് എന്ന് വളരെ പച്ചയായി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തബ്ലീഗുകാരന്റെ ഭാഷയിൽ യാ റസൂലല്ലാഹ് എന്ന് ഈ വിശ്വാസത്തോടെ വിളിക്കുന്ന നമ്മളൊക്കെ കാഫിറാണ്. മുജാഹിദുകൾക്ക് ഒരു നിലപാടുണ്ട്, എന്താ? അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, മക്കാമി പോക്ക് ശിർക്കാണ്, ഖബർ കട്ടൽ ശിർക്കാണ്, അവരെ വിളിക്കൽ ശിർക്കാണ്. ഈ ചെയ്ത ആളുകൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ഈ ശിർക്കുകൾ ചെയ്യുന്ന ആളുകൾ അവര് മുശ്രിക്കാണോ? അത് നമ്മൾ പറയൂല. ശിർക്ക് ചെയ്യുന്ന ആളുകളെ, ശിർക്ക് വെച്ച് പുലർത്തുന്ന ആളുകളെ, ശിർക്കൻ വിശ്വാസമേറ്റ് നടക്കുന്ന ആളുകൾ അവര് മുശ്രിക്കുകളല്ലേ? അവരെ തുടരാൻ പറ്റുമോ? അത് നമ്മൾ പറയൂല. അവരർത്ഥം തിന്നാൻ പറ്റുമോ? അത് നമ്മളോട് ചോദിക്കരുത്. അവരെ മക്കളെ കെട്ടാൻ പറ്റുമോ? അത് ഞങ്ങളോട് മിണ്ടരുത് എന്ന വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് തബ്ലീഗുകാരും വെച്ച് പുലർത്തുവോ? വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് എന്ന്
അള്ളാഹുവിന്റെ റസൂൽ ഗൈബ് പറയും. ഈ വിളി കേൾക്കുമെന്ന വിശ്വാസത്തിൽ ആരെങ്കിലും വിളിച്ചാൽ അത് കുഫ്റാണെന്ന് വളരെ കൃത്യമായി തബ്ലീഗുകാരൻ ഈ പുസ്തകത്തിന്റെ 190-ാമത്തെ പേജിൽ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. സമസ്ത ആലിമീങ്ങൾ 1965 പഠിക്കാൻ അവർ നിയോഗിക്കപ്പെട്ട ആലിമീങ്ങൾ കണ്ടെത്തിയ അവരുടെ പുസ്തകത്തിൽ ഒരു വൈകല്യം ഇതായിരുന്നു. അവരുടെ പുസ്തകത്തിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫതാവ റഷീദിയിലും ഉണ്ട് ആ ആശയം, പല പുസ്തകങ്ങളിലുമുണ്ട്. നിങ്ങൾ നോക്കൂ, സുആൽ, ചോദ്യം, യാ റസൂലല്ലാഹ് दूर से या नजदीक कब्र शरीफ से पुकारना जायज है या नहीं? ദൂരത്തുന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അടുത്തുന്നോ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അത് ജായിസാണോ അല്ലേ? ജവാബ്, മറുപടി, जब अंबिया अलैहिमुस्सलातु वस्सलाम को इल्मुल गैब नहीं है तो या रसूल अल्लाह कहना भी नाजायज है, नाजायज होगा। अगर ये अकीदा करके कहे कि वो दूर से सुन्नत है बिसबब इल्म दूर से सुनते हैं बिसबब इल्मुल गैब तो खुद कुफ्र है। എന്താ പറഞ്ഞത്? അമ്പിയാക്കൾ ജബ് അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമുൽ ഗൈബ് നഹീ ഹേ തോ, അമ്പിയാക്കൾക്ക് ഗൈബ് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ യാ റസൂലുള്ളാഹ് കഹിനാ ബി നജായിദ് ഹോഗാ, യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ, ഈ അഖീദ വെച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി തന്നെ ഖുദ് കുഫ്ർ ഹേ, ആ വിളി തന്നെ കുഫ്റാണ് എന്ന് പച്ചയായി എഴുതി വെച്ചിരിക്കുകയാണ്. അത് മലയാളത്തിലേക്കും ആ ആശയം പകർത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട തബ്ലീഗുകാരാ, ഇതാണ് തബ്ലീഗിന്റെ യഥാർത്ഥ നേതാക്കൾ അവരുടെ മലയാള പുസ്തകത്തിലും ഉറുദു പുസ്തകത്തിലും അവരുടെ അഖീദയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഖീദ സുന്നത്ത് ജമാഅത്തിന് ഘടകവിരുദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് അടുത്തുനിന്ന് വിളിച്ചവർ, ദൂരത്തുനിന്ന് വിളിച്ചവർ, ജീവിച്ചിരിക്കുമ്പോൾ വിളിച്ചവർ, വഫാത്തായതിനു ശേഷം വിളിച്ചവർ, കൊട്ടക്കണക്കിന് ഹദീസുകൾ. ഞാൻ ഇന്നലെ പള്ളിപ്പുറത്ത് ഇതുപോലെ നടത്തിയ ഒരു മുഖാമുഖത്തിൽ വെച്ച്, പള്ളിപ്പുറത്ത് മുജാഹിദ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കണ്ണൂരിനടുത്ത് പള്ളിപ്പുറത്ത്, ഒരു പറ്റം മുജാഹിദിന്റെ പ്രവർത്തകർ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ദൂരത്തുനിന്ന് ഏതെങ്കിലും ഒരു സഹാബിയോ ഏതെങ്കിലും ഒരു മനുഷ്യരോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് ഏതെങ്കിലും ഒരു സഹീഹായ സംഭവത്തിലൂടെ കാണിക്കാൻ പറ്റുമോ? മഹാനായ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ട് സഹീഹാണെന്ന് പറഞ്ഞ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹാണെന്ന് പറഞ്ഞ ഹാഫിൽ ഇബ്നു കസീർ, അതേ ഇബ്നു ശൈബിയുടെ ശിഷ്യനായ ഇബ്നു കസീർ തങ്ങൾ തന്റെ അൽ ബിദായത്ത് വൽ ഇൻതിഹായിൽ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ വിശ്വവിഖ്യാതമായ ഒരു സംഭവം ഞാൻ അങ്ങ് ഉദ്ധരിച്ചിട്ട് ചോദിച്ചു, മോനെ ഇത് തെളിവാണോ? അയാൾ അവിടുന്ന് പെരകി. അയാൾ പറഞ്ഞു അത് വേണ്ട. അതെന്തേ? അതിനെ പറ്റി ഇപ്പം പറയാം, സഹിയാന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ സഹിയാണെന്ന കിതാബ് കാണിച്ചു കൊടുത്തു. മണിക്കൂറുകളോളം അതിന്മേലായിരുന്നു പിന്നെ ചർച്ച. അങ്ങനെ അവസാനം സഹിഹല്ല എന്ന് നിങ്ങൾ തെളിയിക്കോ? അതിന് രേഖയൊന്നുമില്ല. സഹിയാണെങ്കിൽ അംഗീകരിക്കോ? അതിന് ജവാബും ഇല്ല. അപ്പൊ ആളുകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. എങ്ങനെയൊക്കെയോ അത് അവിടെ ഒതുക്കി നിർത്തി. ബൈലക്സിലൂടെ, നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകം അത് കേട്ടു. അങ്ങനെ ഭാവികൾ ദൂരത്തുനിന്നൊക്കെ ഓടി വന്ന് എങ്ങനെയൊക്കെയോ അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. തുടർന്ന് സംസാരിക്കാൻ തയ്യാറല്ല. ഞാൻ പറയട്ടെ, മുഴുക്ക ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ യാ റസൂലല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ റസൂല് വിളി കേൾക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞ, ഖബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ, ദൂരത്തു നിന്ന് പറഞ്ഞ കൊട്ടക്കണക്കിന് ഹദീസുകൾ തബ്ലീഗുകാരെ നിങ്ങൾക്ക് വേണോ? ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തരാൻ തയ്യാറാണ്. കിതാബ് വേണോ? കിതാബുണ്ട്. ഇനി കുറിപ്പ് മതിയോ? ഒക്കെ ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. അത് പറയാനാ തബ്ലീഗുകാരെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒളിച്ചോടരുത്. ഇനി ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, കാഫിറായി പോകുമെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന തബ്ലീഗുകാർ, ഇത് അപകടമാണ്. ഈ വിശ്വാസം അപകടമാണ്. ഇനി നിങ്ങൾ നോക്കൂ, തബ്ലീഗുകാരൻ എഴുതിയതാണ്. ഇതേ പുസ്തകത്തിന്റെ 144-ാമത്തെ പേജിൽ പറയുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ പുസ്തകത്തിന്റെ 144-ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? അജ്മീർ സാലാർ മസൂദിന്റെ കബറിടം പോലുള്ള കബറിടങ്ങളിലേക്ക്
തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ കൊലപാതകം, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളെക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ലാത്തയെയോ ഉസ്സയെയോ ആരാധിക്കുന്നവനോടും സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോടും മാത്രമേ ഇവരെ ഉപമിക്കാൻ കഴിയുകയുള്ളൂ. തബ്ലീഗുകാരാ ഇത് വഹാബികൾ പറയുന്നത്? നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ പറയണം. നിങ്ങളെ നേതാക്കളുടെ പുസ്തകത്തിൽ ഇതാ ഉള്ളത്. നിങ്ങൾ അതിനെതിരാണെങ്കിൽ ഈ തബ്ലീഗിൽ നിങ്ങൾ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഗുണമില്ല. ഇതാണ് തബ്ലീഗിന്റെ അഖീദ. 19-ാം മൈലിലുള്ള പ്രിയപ്പെട്ട തബ്ലീഗുകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മട്ടന്നൂരിലുള്ള, പൊറോറയിലുള്ള, തില്ലങ്കേരിയിലുള്ള പ്രിയപ്പെട്ട തബ്ലീഗുകാരെ പറ്റിയല്ല പറയുന്നത്. അവരിതൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ വെള്ളത്തിലിറക്കിയിട്ട് വെള്ളത്തിൽ അടിയിൽ തീ വെച്ച് ചൂടാക്കി അവസാനം കെണിയുകയാണ്. അവരെ ആദർശത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. വളരെ പച്ചയായി മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അജ്മീർ, സാലാർ, മസൂദിന്റെ കബറിടം പോലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ കൊലപാതകം, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളെക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ലാത്തയെയോ, അപ്പൊ വ്യഭിചാരത്തിനേക്കാളും വലിയൊരു കുറ്റം ഒരു ഹറാമെന്നേ വരുള്ളൂ. അല്ല, ലാത്തയെയോ ഉസ്സയെയോ ആരാധിക്കുന്നവനോടോ, ലാത്തനെയും ഉസ്സനെയും ആരാധിക്കൽ ശിർക്കാണ്. അവൻ മുശ്രിക്കാണ്, അവൻ ബിംബാരാധകനാണ്. ലാത്തയും ഉദ്ദയും ഒരു പറ്റത്തിന്റെ ദൈവങ്ങളാണ്. എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ ഇലാഹുകളാണ് ലാത്തയും ഉസ്സയും. അവരോടാണ് ഇവരെ ഉപമിക്കേണ്ടത്. സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോടും മാത്രമേ ഇവരെ ഉപമിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ മലയാളത്തിന്റെ എഴുത്തിന് ആധാരമായി ഉർദുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫതാവ റഷീദിയിലും സമാനമായ ധാരാളം ഗ്രന്ഥങ്ങളിലും കാണാം. ഈ പുസ്തകത്തിൽ തന്നെ അടുത്ത പേജിൽ 137-ാമത്തെ പേജിലും ഈ ആശയം പറയുന്നുണ്ട്. എന്താ പറയണത്? മുസ്ലിം സമുദായത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി പകരം കെട്ടുകഥകളിലേക്കും മാലപ്പാട്ടുകളിലേക്കും തിരുദൂതരിൽ നിന്നും സഹാബത്തിൽ നിന്നും അകറ്റി ദിവ്യന്മാരിലേക്കും പുണ്യാത്മാക്കളിലേക്കും കഅബയിൽ നിന്ന് അകറ്റി ജാറങ്ങളിലേക്കും മക്കാമുകളിലേക്കും വഴി നടത്തിയത് ആരായിരിക്കണം? അഥവാ നമ്മളെ സുന്നികളെ പറ്റി പറയാൻ, അവർ ഖുർആൻ എന്ന് മാറ്റി കെട്ടുകഥകളിലേക്ക്. ഇത് വഹാബികൾ അതേ ഭാഷയാണ്. ഉമർ മൗലവി എഴുതിയത് ഇതേ വരിയാണ്, കെ മൗലവി എഴുതിയത് ഇതേ വരിയാണ്, സക്കരിയ സലാഹി എഴുതിയത് ഇതേ വരിയാണ്, ജബ്ബാർ മൗലവി എഴുതിയത് ഇതേ വരിയാണ്. സർവ്വ വഹാബികളുടെയും അതേ ഭാഷ. നിങ്ങൾ ആലോചിച്ചു, ഖുർആൻ എന്ന് അകറ്റി മൗലൂദിലേക്ക് എത്തിച്ച് ആണോ? അതാണോ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളെ മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? തജ്വീദ് പഠിപ്പിക്കുന്നില്ലേ? ഖുർആൻ സുന്നികൾ ഓതുന്നില്ലേ? ഖുർആനൊക്കെ പൂട്ടിവെച്ചോളൂ, മൗലിദ് ഓതിക്കോളൂ എന്ന് ഏതെങ്കിലും ഒരു സമുദായം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പച്ചക്കളവ്, വഹാബികൾ പറയുന്ന കളവ്. ആ കളവാണ് തബ്ലീഗുകാരനും എഴുതി വെച്ചിരിക്കുന്നത്. കഅബയിൽ നിന്ന് അകറ്റി ജാറത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, മൻ ഹജ്ജ ബൈത്തല്ലാഹ്, ഒരാൾ കഅബയിൽ ചെന്നിട്ട് ഫലം യസുർനി, എന്റെ ജാറത്തിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഫഖദ് ആദാനി ഫഖദ് ജഫാനി. ഹദീസ് സഹീഹല്ല, ലൈഫാണ്. പക്ഷെ ലൈഫായ ഹദീസ് തെളിവിന് പറ്റുമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് പേജുകൾ, 10-50ഓളം പേജുകൾ പറയുന്നു ലൈഫായ ഹദീസ് ഹുജ്ജത്താണ് എന്ന വസ്തുത സമർത്ഥിക്കാൻ വേണ്ടി 50ഓളം പേജുകൾ ഈ പുസ്തകത്തിൽ തബരീകാലം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഹാബികളെ സഹിയ ഹദീസ് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശം തന്നെ ഇല്ല, ചോദിക്കാൻ അവകാശമില്ല. വസ്തുത അതാണ്. ഇവര് മാത്രമല്ല, മുജാഹിദുകാരന്റെ MI സുല്ലമി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഹദീസിന്റെ പ്രാമാണികത എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ത്? ലഈഫായ സഹീഹായ ഹദീസ് മാത്രമല്ല, ഹസനായ ഹദീസും ഹുജ്ജത്താണ്. ഇതൊക്കെ മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്ത ഇമാമിങ്ങളുടെ സർവ്വ ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്ത വളരെ വളരെ പ്രസിദ്ധമായ ഹദീസ് ലോകത്ത് വിശ്വവിഖ്യാതമായ ആശയമാണ്. മിസ്കാത്തിന്റെ മുഖദ്ദിമ തൊട്ട് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഇസ്തിലാഹുൽ ഹദീസ് തൊട്ട് നുഖ്ബത്തുൽ ഫിക്ർ തൊട്ട് സർവ്വ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഹദീസ് വെറും സഹീഹുൽ ലൈഫ് മാത്രമല്ല, ഹസനുണ്ടതിൽ, ഹസനുൽ ലിദാത്തിഹി ഉണ്ടതിൽ, ഹസനുൽ ലിദാത്തിഹി ഉണ്ടതിൽ, ഹസനുൽ ലിഗൈരിഹി ഉണ്ടതിൽ. അങ്ങനെ ധാരാളം ഹദീസുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ഇതാണ് ആ പുസ്തകം. ഹദീസ് പ്രാമാണികത, ക്രോഡീകരണം, വിശ്വാസ്യത. ഞാൻ ഈ വിഷയം ഇന്നലെ പള്ളിപ്പുറത്ത് പറഞ്ഞപ്പോൾ അവർ പറയാ, ധൈര്യം ഉണ്ടെങ്കിൽ ആ പുസ്തകം കാണിക്കൂ. ഞാൻ എന്തോ അബദ്ധവശാലെ ഇന്നലെ ബാഗ് എടുക്കാൻ മറന്നു. ഇനിയിപ്പം വീട്ടിൽ മറന്നു വെച്ച പോലെ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ട്, വേണോന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം ആ വിഷയത്തിന് മുങ്ങി. ധീരതയോടെ പറഞ്ഞാൽ
അത് അവർ ഭയപ്പെടും. സത്യത്തിൽ ഈ പുസ്തകത്തിൽ പോലും വളരെ കൃത്യമായി പി മുഹമ്മദ് മദനി മോഹം എഴുതുകയാണ്. എന്താ പറയുന്നത്? ഈ പുസ്തകത്തിന്റെ 62-ാമത്തെ പേജിൽ പറയുന്നു, ഹസൻ ലിദാത്തിഹി, പ്രബലമായ ഹദീസുകൾ എന്ന ഹസനുൽ ലിദാത്തിഹി, നല്ലത് പ്രബലമായ ഹദീസുകൾ. എന്നാലും പരമ്പരയിൽ ഒരാൾക്ക് അല്പ സൂക്ഷ്മത കുറവുള്ളതോ അതാണ് ഹസനുൽ ലിദാത്തിഹി. ഹസനുൽ ലിഗൈരിഹി, മറ്റു റിപ്പോർട്ടുകളുടെ പിൻബലത്തോടെ നല്ലതാണെന്ന് പറയാവുന്ന ഹദീസുകൾ. അതായത് നിവേദകന്മാർക്ക് ചെറിയ കുറവുണ്ടെങ്കിലും മറ്റു പരമ്പരകളിൽ ഈ കുറവുകൾ പരിഹരിക്കപ്പെടും. മേൽപ്പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഹദീസുകൾ സ്വീകാര്യമാണ്. വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. വഹാബികളും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ പറയും, നമ്മളോടൊക്കെ പറയും സഹീഹായ ഹദീസ് ഉണ്ടോ?